നമസ്കാരം. സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന CPIMൻ്റെ അഥവാ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ സർക്കാർ 2.0 ഇത് അട്ടർ ഫെയിലിയറായിപ്പോയി. അതുകൊണ്ടാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ക്യാമ്പയിനിങ്ങിന് പോലും ഇറങ്ങാൻ കഴിയാത്തത്. എന്ത് പറയും? ജനങ്ങളോട് എന്ത് കാര്യമാണ് പറയുക? ജനങ്ങളോട് സുതാര്യമായി ഒരു കാര്യവും പറയാൻ ഇല്ല. എന്നും ടൂറടിച്ച് കറങ്ങി നടക്കുന്ന സുഖിയനായ ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ കൊണ്ട് വിദേശയാത്രകൾ ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി സുഖവാസത്തിന് പോയി, അതും സ്റ്റേറ്റ് ആഡംബരത്തോടു കൂടി പൊതുഖജനാവിൽ നിന്ന് പണം ധൂർത്തടിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ലോക കേരള സഭയും അതുപോലുള്ള കലാപരിപാടികളും നടത്തി കേരളത്തിന് ഒരു നാണക്കേടുണ്ടാക്കി വച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയുടെ ഏറ്റവും ദയനീയ രോദനമാണ് ധനമന്ത്രി KN ബാലഗോപാലിന് തൻ്റെ വകുപ്പിനോട് തന്നെ അറപ്പ് തോന്നുന്ന രീതിയിൽ അവധിക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട വിഷയം, ഏറ്റവും ഒടുവിൽ 2 മന്ത്രിമാർ രാജിവെക്കണം എന്ന രീതിയിലേക്ക് ഒരു ജനകീയ സമരം അടുത്തു തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എക്സൈസ് മന്ത്രിയും അതോടൊപ്പം തന്നെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, MP രാജേഷും മുഹമ്മദ് റിയാസും ഒരുപക്ഷെ രാജിവെച്ചാൽ അത്ഭുതം പെടേണ്ട കാര്യമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്ന CPMൽ ഒരു മഹാപ്രളയമായിരിക്കും. ആ പ്രളയം അല്ലെങ്കിൽ അഥവാ പൊട്ടിത്തെറിയിലൂടെ CPIM തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയും വിദൂരമല്ല എന്നാണ് മാധ്യമ നിരീക്ഷകർ പറയുന്നത്. അത്രയേറെ ധൂർത്തടിയും താൻപോരിമയും പക്ഷപാത രാഷ്ട്രീയവും ഒക്കെ കൊണ്ട് പിണറായി മന്ത്രിസഭ ആടിത്തിമർത്ത് മുഴുത്തിരിക്കുകയാണ്. പിണറായിയുടെ ഈ രാഷ്ട്രീയ ധിക്കാര മനോഭാവത്തെ കേരളം ഇരുകൈയും നീട്ടി വീണ്ടും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലിരിക്കുന്നവർക്ക് മാത്രം കരുതാനുള്ള വിഷയമായി മാറിക്കഴിഞ്ഞു. എക്സാലോജിക് കമ്പനിയും തൻ്റെ ഭാര്യ, നല്ലവളായ തൻ്റെ ഭാര്യ, അവരുടെ പെൻഷൻ കൊണ്ടാണ് തൻ്റെ മകൾ വീണ കമ്പനി തുടങ്ങിയതെന്ന് പറഞ്ഞ് ആളുകളെ പമ്പര വിഡ്ഢികളാക്കി കളയാമെന്നുള്ള പിണറായി വിജയൻ്റെ ഈ കുബുദ്ധിയുമൊന്നും ചിലവാവുകയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. CPIMൻ്റെ എല്ലാ കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.